നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻ്റെ മകൻ ഈ ഇടയ്ക്ക് എഞ്ചിനീയറിംഗ് പാസ്സായി ജോലിയിൽ കയറി. അവന് ഒറ്റയ്ക്ക് വേറെ വീടെടുത്ത് താമസിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് അനുവദിക്കണോ? ഞാനും അവൻ്റെ ഉപ്പയും വീട്ടിൽ ഒറ്റയ്ക്കാണ്. വല്ലാത്തൊരു ജോലി. ഉദ്ദേശിച്ചിട്ടുണ്ടാവാം മേ ബി ഇപ്പൊ കുട്ടികൾ ഒരു പ്രായം എത്തി ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കി. പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് മാറി താമസിക്കണം എന്നുള്ളൊരു ഈ ഒരു 2-3 വയസ്സായാൽ തന്നെ കുട്ടീനെ മാറ്റി കിടത്തണം എന്നാണ്. അതെ അതെ അവിടെ പുറത്ത്, അതായത് ഫോറിൻ കൺട്രീസിലുള്ള കൾച്ചർ നല്ല നല്ല നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരികയാണല്ലോ. അപ്പം ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂല് പൃഥ്വിരാജിന്റെ മല്ലിക സുകുമാരൻ അവരിങ്ങനെ പറയുന്നത് കേട്ടു, എൻ്റെ 2 മക്കളെയും കല്യാണം കഴിച്ചിട്ട് ഞാൻ 2 സ്ഥലത്താക്കി, ഞാൻ ഒറ്റയ്ക്ക് വേറൊരു വീട്ടിലാണെന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കമന്റ്സ് ഇങ്ങനെ കണ്ടു, ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം എല്ലാ അമ്മയമ്മമാരും, മക്കളുടെ കാര്യത്തിലേക്ക് ഇടപെടാതെ അവരെ സെപ്പറേറ്റ് ആയിട്ട് വിടുക എന്നുള്ളത്. അത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് വേണമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. 2 കാര്യത്തിനും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ ദോഷങ്ങളും. പക്ഷെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ പോവാൻ താല്പര്യമില്ലാത്തൊരു കുട്ടീനെ പറഞ്ഞയക്കാനും പാടില്ല. നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടീനെ നിർബന്ധമായും എനിക്ക് എൻ്റെ മക്കളെല്ലാവരും മരുമക്കളും ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, കൂട്ടുകുടുംബമാണ് ബെസ്റ്റ് എന്നൊന്നും പറഞ്ഞ ആശയം നിങ്ങൾ അവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും പാടില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു കൺക്ലൂഷൻ സാഹചര്യമാണ് എല്ലാത്തിനും. കാരണം ഇപ്പൊ ഈ അമ്മ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ സഹായത്തിന് ആൾക്കാരുണ്ടോ, മകനെപ്പം എപ്പോൾ കാണും, അമ്മയും മകനും തമ്മിലുള്ള ഓക്കെ, അപ്പൊ ഉപ്പയും മകനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാവും, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാവും. എവറി ഡേ നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ ഒരു അരമണിക്കൂർ സംസാരിക്കാനിരിക്കും. അപ്പം ആ ഒരു സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക? ഈ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഫിസിക്കലി മാറി നിന്നു വേറെ ബിൽഡിങ്ങിലേക്കോ താഴത്തെ മേലത്തെ ഫ്ലാറ്റിലേക്കോ മാറുന്നതിനെ കൊണ്ട് ഗുണം തെറ്റുണ്ടെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷെ നമ്മൾ മെന്റലി മാറരുത്. പോയി കഴിഞ്ഞാൽ പോക്ക് പോകരുത്. ഇവിടെ അമ്മ അച്ഛനും ഉണ്ട് എന്നുള്ള കണക്റ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പണ്ടൊക്കെ ഇപ്പം അണുകുടുംബങ്ങളായിട്ടാണല്ലോ എല്ലാവരും താമസിക്കുക. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു, ജോയിന്റ് ഫാമിലി ആയിട്ട്. പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഒരു നെടുന്തൂണെന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെല്ലാവരും കൂടി ഇരുന്ന് പാചകം ചെയ്യുന്നു. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് മാറിയില്ലേ. ഇപ്പൊ സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ജോയിന്റ് ഫാമിലി സെറ്റപ്പിൽ ഇപ്പോഴും എപ്പോഴും പോവുക എന്ന് പറയുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, എന്നാലും അങ്ങനെ പോവാന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ആണോ ഈ ഒരു യുഗത്തില്? ജോയിന്റ് ഫാമിലിക്കും ഞാൻ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫാമിലിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ കുട്ടീനെ നോക്കാൻ ഇപ്പോൾ ഡേ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം ഗ്രാൻഡ് പാരൻസ് നോക്കുന്ന ലെവലിലേക്ക് ചിലപ്പോൾ വേറെ ആർക്കും നോക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ജോയിന്റ് ഫാമിലി പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട്. ലൈക്ക് കുട്ടികളെ നോക്കാനും അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കായി പോകാതിരിക്കാനും ഇൻലോസ് വേണമെന്ന് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്കൊക്കെ കൂടെ മാനേജ് ആവുന്നില്ല, സോ ദാറ്റ് ഞാനും ഹസ്ബൻഡും മാത്രമുള്ളൊരു സ്പേസിൽ ഞങ്ങൾ 2 പേരും ഈക്വലി പാർട്ട്ണറായിട്ട് ഡിവൈഡ് ചെയ്ത് വർക്കൊക്കെ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്ന ആളുകളുമുണ്ട്.